ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ്, അതായത് കോൺസെപ്റ്റും ഫോർക്കിൻ്റെ ഓയിൽ സീലൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് പുതിയതായി പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് ഈ വന്ന ആയിട്ടാണ് ഡാമേജ് വന്നത് കേട്ടോ. അപ്പോൾ അത് സെറ്റപ്പ് അടി മാറുന്നുണ്ട്. ഫോർക്കായാലും ഓയിൽ സീൽ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഫോർക്ക് പൈപ്പിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴേ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിനകത്ത് 1-2 കുത്തുകൾ പോലെ കാണുന്നുണ്ട്. ആ ഇതുള്ള ഭാഗമാണ് ശരിക്കും നല്ല രീതിയിൽ ലീക്ക് കാണിച്ചതാണ് കേട്ടോ. ഈ പൈപ്പുമേ നിലവിലുണ്ട്. ഇത് 2 പൈപ്പുമേ കാണിക്കേണ്ടത്. നമ്മളിപ്പോൾ കൈ കൊണ്ട് ഓടിക്കുന്ന സമയത്ത് ശരിക്കും തടയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വന്ന ഭാഗത്ത് ഒരു കാരണവശാലും ഓയിൽ സീല് കവറാവില്ല, സീലാവില്ല. അതിൽ കൂടെ ഓയിൽ ചാടി പുറത്ത് വരും. ഇപ്പം നമ്മളിപ്പോൾ ഓയിൽ സീല് മാറ്റി അടിച്ചു എന്ന് കരുതുക, ചിലപ്പോൾ ഒരു കുറച്ച് ദിവസം നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതേപോലെ തന്നെ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂട്ടത്തിൽ കൂടെ തന്നെ ഈ ഫോർക്കിൻ്റെ 2 പൈപ്പ് കൂടി മാറ്റിയിടാം. ഞാൻ ഒരു പൈപ്പ് ഡാമേജാണെന്ന് വിചാരിച്ചത്, പക്ഷേ അഴിക്കുമ്പോൾ 2 പൈപ്പും ഉണ്ട്. ഈ പൈപ്പും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇതുമേ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ കൈമ അങ്ങനെ നമുക്ക് തടയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും ഇത് റബ്ബർ സീലാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കവറാവില്ല. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഫോർക്ക് പൈപ്പിൻ്റെയും കൂടിയും എമൗണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് വരും. അത് പൈപ്പിൻ്റെ മാത്രമേ ഉള്ളൂ, ബാക്കിത്തെ ലേബറും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ കഴിഞ്ഞു പോകണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റുകൾ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തേക്കാം. അതടക്കം വരുമ്പോൾ എത്ര വരും എന്നുള്ളത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ അതുകൂടി ചെയ്താലേ ക്ലിയർ ആവുള്ളൂ. അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് വീണ്ടും നമ്മൾ ചെയ്തു പോയി വീണ്ടും കംപ്ലയിൻ്റ് ആയിട്ട് വീണ്ടും നമ്മൾ അഴിക്കേണ്ട സിറ്റുവേഷൻ വരും. രണ്ടാമത് അഴിക്കേണ്ടി വന്നാൽ ഈ പറഞ്ഞ ഓയിൽ സീലൊക്കെ വീണ്ടും മാറ്റി പുതിയത് അടിക്കേണ്ടി വരും. അപ്പോൾ ഒറ്റ ചിലവിൽ കഴിഞ്ഞ് പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഞാനിപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം.